ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് പറയാനുള്ളത് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്ടോ. അല്ലെങ്കിൽ തന്നെ മഞ്ജു വാര്യർ ഭയങ്കര തരംഗമാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് പുതുവത്സരം കഴിഞ്ഞതിൽ പിന്നെ ഭയങ്കരമായിട്ട് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചാ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതുപോലെ മഞ്ജു എന്താണ് അതിനെതിരെ പ്രതികരിച്ചത്, അതുപോലെ നമ്മുടെ അതിജീവിതയുടെ ലോയർ ഉണ്ടല്ലോ, ആ ലോയർ മഞ്ജുവിനെതിരെ എന്താണ് സംസാരിച്ചത് അതിനെ കുറിച്ചിട്ടും അതൊരു നല്ല വിറ്റ് തന്നെയായിരുന്നു ട്ടോ. പിന്നെ ഡയറക്ടറായിട്ടുള്ള പത്മകുമാർ എന്താണ് മഞ്ജുവിനെ പറഞ്ഞത്, അതായത് മഞ്ജുവിനെ കപ്പിളാക്കാൻ മൂപ്പരാൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ആളൊരു ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ പുതുവത്സര ദിനത്തിലെ ധനുഷ്കോടിയിലേക്ക് മഞ്ജു ഒരു ബൈക്ക് യാത്ര നടത്തിയിരുന്നു. എല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് ഭയങ്കര ചർച്ചാ വിഷയമായി. മഞ്ജു ബൈക്ക് ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ, ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ആരാധകരൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാധകർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, മഞ്ജു ആണല്ലോ ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പം എല്ലാവരും കുറേ നല്ല കമൻസും പറയുന്നുണ്ട്, അതുപോലെ കുറേ ചീത്ത കമൻസും പറയുന്നുണ്ട് മഞ്ജുവിനെ കുറിച്ചിട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നല്ല കമൻസ് എന്താന്ന് നോക്കി നോക്കാം. നല്ല കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനപ്രിയന്റെ ഭാര്യയായിട്ടുള്ള ലേബലും കോടികളുടെ ആസ്തിയും നോക്കിയിരുന്നെങ്കിൽ ജീവിതം തന്നെ നരകമായേനെ എന്ന് പറയുന്നുണ്ട് മഞ്ജുവിനെ കുറിച്ചിട്ട്. പിന്നെ അയൺ ലേഡി ആ ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് മഞ്ജുവിനെ പറയുന്നുണ്ട്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപിനെയാണ് കേട്ടോ. അതുപോലെ എങ്ങനെ ഇരുന്ന പെണ്ണാ, ഇന്ന് കണ്ടില്ലേ പറപ്പിച്ചു പോകുന്ന പോക്കേ, എന്തൊരു സുന്ദരമാണെന്നറിയോ, നിന്നെ പോലെ നീ മാത്രം മഞ്ജു, ഐ റെസ്പെക്ട് യു. വിവാഹം മറികടക്കാൻ ആരും ആഗ്രഹിക്കില്ല. എല്ലാ പെണ്ണുങ്ങൾക്കും വിവാഹം ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോ ചങ്ക് പൊടിയുന്ന വേദനയോടെ അവിടെ നിന്ന് ഇറങ്ങി ചിറക് മുളച്ചൊരു ദേവതയാണ് ആര്, മഞ്ജു എന്ന് പറയുന്നുണ്ട്. അതും സാധാ ചിറകല്ല കേട്ടോ, അഗ്നി ചിറകുകൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ബൈക്ക് യാത്രയുടെ ഒരുപാട് വീഡിയോ മഞ്ജു ഉം, വെച്ച് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊക്കെ മഞ്ജു ഒരു അവസാനമായിട്ടൊരു കമൻസ് എഴുതിയിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അതിനു മുന്നേ മഞ്ജുവിനെ ഇനി എന്താണ് നെഗറ്റീവ് കമൻറ്റും അതുപോലെ വിമർശനങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. മഞ്ജുവിനോട് പറയുന്നുണ്ട്, കർമ്മ എന്ന സാധനം തിരിച്ചടിക്കും മഞ്ജു എന്ന് പറയുന്നുണ്ട്. മഞ്ജുവിന്റെ ലക്ഷ്യം പണവും സ്വാതന്ത്ര്യവുമാണല്ലോ. പണത്തിന് സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല കേട്ടോ മഞ്ജു. പ്രസവിച്ച മകൾക്ക് പോലും വേണ്ട മഞ്ജുവിനെ. ചെയ്ത കർമ്മം നല്ലതാണെങ്കിൽ മാത്രമേ പ്രായമെത്തുമ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ കഴിയൂ. ഓരോ തത്വങ്ങൾ പറയുന്നതാണ് കേട്ടോ. പിന്നെ ഒരാൾ പറയാണ്, എന്തുവാടേ അവളുടെ തന്നെ റേഞ്ച് റോവർ പുറകെ ഉണ്ടല്ലോ, ഇതെന്താ ഫോട്ടോഷൂട്ട് എങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഒരാൾ പറയണ്ടേ, WCC തുടങ്ങിയിട്ട് അവിടെ നിന്ന് മുങ്ങി നടക്കുന്ന ആളല്ലേ മഞ്ജു, അവൾ അത്രയ്ക്ക് ഗുണേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ മഞ്ജു എന്തിനാ ഇങ്ങനെയൊക്കെ ബൈക്ക് ഓടിച്ച് വൈറലാകുന്നേ, മഞ്ജു ഭയങ്കര വൈറലാണല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഫേമസ് ആവാൻ നോക്കുന്നേ എന്നൊക്കെ പറയുന്നത്. മഞ്ജു ഈ കമന്റ്സിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല കേട്ടോ. മഞ്ജു പ്രതികരിച്ചത് വേറെയാണ്, അത് നമുക്ക് അവസാനം പറയാം കേട്ടോ. മഞ്ജു പറയുന്നുണ്ട്, തമിഴ് നടൻ അജിത്താണ് തനിക്ക് പ്രചോദനം നൽകിയത് ഇങ്ങനെ ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മഞ്ജു ബൈക്ക് ഓടിച്ചിട്ട് പോയ ചിത്രമൊക്കെ നമുക്ക് പങ്കുവെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ കുറെ ആൾക്കാർ ഇതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് മഞ്ജു എന്നത് പ്രചോദനമാണ് എന്നൊക്കെ സ്ത്രീകൾ കൂടുതലും കമന്റ് ഇടുന്നത് കേട്ടോ. അപ്പൊ നെഗറ്റീവായിട്ട് പറയുന്നവർ പറയുന്നുണ്ട്, ഇതൊക്കെ മഞ്ജുവിന്റെ കാട്ടിക്കൂട്ടലാണ്, അല്ലാതെ മഞ്ജു നല്ലൊരു സ്ത്രീ ആയതുകൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിക്കുന്നുണ്ട്. പിന്നെ വേറൊരാൾ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും മീനാക്ഷിക്ക് അമ്മയെ ഇഷ്ടമല്ലല്ലോ, മകൾക്ക് വേണ്ടതായാൽ ലോക പരാജയം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ പറയുന്നത് ഭയങ്കര അർത്ഥവത്തായ ഒരു കാര്യമാണ്, സ്വന്തം സന്തോഷം നോക്കി ജീവിക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കുന്നവരുടെ നെഞ്ചത്ത് ചവിട്ടി മെതിച്ച് ജീവിക്കുമ്പോൾ ഓർക്കുക, ദൈവം ഓങ്ങി വെച്ചിട്ടുണ്ട് എന്ന്. അത് മഞ്ജുവിനെ വെച്ചിട്ടല്ല, സത്യത്തിൽ അതൊരു വലിയ അർത്ഥവത്തായ ഒരു സെന്റൻസ് ആണ് അല്ലെ. കൂടെ നിൽക്കുന്നവരെ പോലും, ഇപ്പൊ മകളാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മകനാണെങ്കിലും അവരെ ഒന്നും വേണ്ടാന്ന് വെച്ച് സ്വന്തം സന്തോഷവും സുഖവും തേടി പോകുന്ന ഏതൊരു ആണിനും പെണ്ണിനും ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്ത് എല്ലാവരും പുകഴ്ത്താനൊക്കെ ഉണ്ടാവും. ഓ, അയൺ മാൻ, അയൺ ലേഡി എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പുകഴ്ത്തും. കണ്ടില്ലേ അവളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത്, കണ്ടില്ലേ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അവന്റെ സ്വപ്നം എന്നൊക്കെ. പക്ഷെ അവസാനം എന്താ,
ഇവരെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വന്തം സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ പിന്നെ കല്യാണം ഒന്നും കഴിക്കാൻ പാടില്ല. എന്താ പറയുക, ഏക പുരുഷനായി അല്ലെങ്കിൽ ഏക സ്ത്രീയായി നടന്നുകൊണ്ട് സ്വന്തം സ്വപ്നം സാക്ഷാത്കരിക്കണം. ഇത് മക്കളെയും കുട്ടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അവരെയൊക്കെ ഇട്ടെറിഞ്ഞ് പോകുമ്പോൾ ഇതൊരു അവസരത്തിൽ നമുക്ക് തന്നെ തിരിച്ചു കൊത്തും എന്ന് തന്നെ പറയണം കേട്ടോ. ഇനി സംവിധായകൻ പത്മകുമാർ എന്താണ് പറഞ്ഞത് നോക്കി നോക്കാട്ടോ. അത് പറഞ്ഞു കേട്ടാ നിങ്ങൾക്ക് ശരിക്കും ചിരി വരും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംവിധായകൻ പത്മകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു കഥ പങ്കുവച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു ഫോട്ടോ ഇട്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ കുറെ വേർഡ്സുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് അതിന് ഹെഡിങ്? മഞ്ജു വാര്യറും ഞാനും പിന്നെ ആ എത്തിനോട്ടക്കാരനും ഒരു 1996 എഡിഷൻ ട്രാജഡി എന്നാണ് അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ 1996 ആ സമയങ്ങളിൽ ഏഷ്യാനെറ്റ്, ദൂരദർശൻ എന്നീയുള്ള കേബിൾ ടി വി ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ കുറെ ചാനൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പോൾ ന്യൂസ് ചാനൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കേബിൾ ടി വിക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു വീക്ക്ലി പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഷോക്കേഴ്സ് എന്നായിരുന്നു കേട്ടോ. അതിൻ്റെ ഡയറക്ഷനും എഡിറ്റിങ്ങും വോയിസ് ഓവറും ഇതൊക്കെ ഈ പത്മകുമാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് മഞ്ജു അവിടെ അടുത്തൊരു ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. മഞ്ജു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വേഗം ഓടി ചെന്ന് മഞ്ജുവിനെ കണ്ടു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജുവിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം, എന്നിട്ട് ആ ഫോട്ടോ കപ്പിൾ ഫോട്ടോ ആക്കണം, എന്നിട്ട് ആ ഫോട്ടോ കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം സന്തോഷിച്ചു പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ മഞ്ജു നല്ലൊരു ലേഡിയാണ്, നന്നായി സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു മഞ്ജു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അന്ന് ഇത്രയും മൊബൈൽ ഇതൊന്നും ഇല്ലാത്തതാണല്ലോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമറ നോക്കുന്ന സമയത്ത് ഞാനും മഞ്ജു തമ്മിൽ ചെറിയൊരു അകലം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അടുത്ത് ഇങ്ങനെ വല്ലാണ്ട് മുട്ടി നിൽക്കുകയൊന്നുമില്ലല്ലോ, ചെറിയൊരു അകലുണ്ട്. ഈ അകലത്തിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, എന്താണ് ഒരു മഹേഷനോ എന്തോ ഒരു പറയുന്ന ഒരു ഫ്രണ്ട് ആ ഗ്യാപ്പിലൂടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാപ്പിലൂടെ എത്തി നോക്കി എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവരെ ഫോട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പോലെ മൊബൈൽ ഇങ്ങനെ റീടേക്ക് എടുത്തെടുത്ത് നിൽക്കില്ലല്ലോ, ഒറ്റ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് വേഗം പോവല്ലോ. അങ്ങനെ ഫോട്ടോ രണ്ടുപേരും കൂടി ചേർന്ന് തന്നു. പക്ഷെ അതിനിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ബാക്കിൽ മഹേഷ് നിൽക്കുന്നതും ഒരുമിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ഫോട്ടോ വന്നിട്ട് എന്താ പറയാ, നമ്മൾ ഈ കാമുകി, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാമുകിമാരെ ലവ് ലെറ്റർ തരുമല്ലോ ആ സമയങ്ങളിലൊക്കെ. അപ്പം അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തു, പുറത്ത് എടുക്കാൻ വേണ്ടി കൊടുത്ത് വലുതാക്കാൻ വേണ്ടി കൊടുത്തു. അപ്പം അത് വലിയ ഫോട്ടോ ആക്കിയിട്ട് എടുത്തിട്ട് വീട്ടിൽ കെട്ടിതാക്കിയിടാം, ഞങ്ങൾ തമ്മിൽ ഒരു കപ്പിൾ ഫോട്ടോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് സ്വപ്നം കൊണ്ടുകൊണ്ടാണ് കിടക്കുന്നത്. എന്നിട്ട് കപ്പിൾ ഫോട്ടോ ഫ്രെയിം ചെയ്തൊക്കെ വന്ന് നോക്കിയപ്പോൾ സ്വപ്നം പൊലിഞ്ഞു. എന്താണ് കാരണം? അതിലൊരു കൂട്ടുകാരൻ എത്തി നോക്കുന്നു. ആ ഗ്യാപ്പിൽ ഇവർ രണ്ടുപേരും മുട്ടിയൊരുമി നിൽക്കണ ഒരു ഫോട്ടോ ആയിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടപ്പോൾ ആ ഗ്യാപ്പിൽ കൂട്ടുകാരനുണ്ട്. ഇനി 30 വർഷം കഴിഞ്ഞപ്പോൾ 2026 പുതുവത്സരമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഫോട്ടോ ഒന്ന് പൊടി തട്ടിയെടുത്തു. ഇതൊന്നും കൂടിയും അയാളെയൊക്കെ മാറ്റി ഒന്ന് ഫ്രെയിം ചെയ്ത് AI പിക്ചർ ആക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ എല്ലാം ദ്രവിച്ചു പോയി എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടോ. മഞ്ജുവിന്റെ മുഖം ഭയങ്കര ക്ലിയർ ആണ്. അന്ന് ചുരിദാർ ഇട്ടിട്ടാണ് മഞ്ജു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ശരീരമൊക്കെ മാഞ്ഞു എന്ന് പറയുന്നു. എൻ്റെ 2 കൈകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ഈ മഹേഷ് ഉണ്ടല്ലോ, വെലിഞ്ഞു കയറി വന്ന മഹേഷ്, അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നടുക്കിൽ നിൽക്കുന്നു എന്ന് അദ്ദേഹം ഭയങ്കര വിഷമത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി അദ്ദേഹം AI സഹായത്തോട് കൂടിയിട്ട് AI ക്യാമറയൊക്കെ വെച്ച് ഇദ്ദേഹം ചെയ്തു. അപ്പൊ മഞ്ജുവിനെ സാരി ഉടുപ്പിച്ച് വെച്ചു. ചുരിദാറായിരുന്നു, സാരി ഉടുപ്പിച്ചു. മഹേഷും ഭയങ്കര ക്ലിയർ ആയി, മഞ്ജും ക്ലിയർ ആയി. പക്ഷെ ഇദ്ദേഹം മാത്രം ഒരു അപരിചിതനായിട്ടുള്ള ഒരാളായി മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിജീവിതയുടെ വക്കീല് പറഞ്ഞ കുറച്ച് മണ്ടത്തരങ്ങൾ പറയട്ടോ. ഇതിനിടയിൽ പറയുന്നുണ്ട്, മഞ്ജു വാര്യർ മദ്യപാനിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അതിജീവിതയുടെ വക്കീല് പറയുന്നു. ശരിക്കും അത് വെറുതെ നുണ പറയും. നമ്മളെല്ലാവരും കേട്ടതാണ്. വാര്യർ മദ്യപാനിയാണെന്ന് പറഞ്ഞ് ദിലീപ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, FIR ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കുടിച്ചത്, ആ സ്ത്രീ കുടിച്ചത് ആ സ്ത്രീയുടെ വിഷമം കൊണ്ടാണ്. കൂട്ടിലടക്കപ്പെട്ട സ്ത്രീയല്ലേ, അതുകൊണ്ട് കുടിച്ചിട്ടുണ്ട് എന്ന് ഈ അതിജീവിതയുടെ വക്കീല് പറയുന്നത് നമ്മളെല്ലാവരും
യൂട്യൂബിൽ കൂടി കേട്ടതാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സെന്റൻസുകൾ അറ്റവും മൂലയും കട്ട് ചെയ്തുകൊണ്ട് ചില വേർഡ്സ് മാത്രം നിരത്തി വെച്ചുകൊണ്ട് ചില യൂട്യൂബ് ചാനലുകളാണ് ഒരു നിയന്ത്രണവുമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഈ അതിജീവിതയുടെ വക്കീല് പറയുന്നു. അത് ശുദ്ധ നുണയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അങ്ങനെ ഒരു സംഭവം അല്ല ആള് പറഞ്ഞു നിർത്തിയത്. നമ്മളെല്ലാവരും കേട്ടതാണ്. വീണ്ടും 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 അത് കേൾക്കേണ്ട ആവശ്യകത നമുക്കില്ല. പക്ഷെ ആള് എത്ര വേണ്ടാന്ന് പറഞ്ഞാലും റെക്കോർഡ് ഉണ്ടല്ലോ എല്ലാ തെളിവുമായിട്ട്. ഇനി മഞ്ജു വാര്യർ ഈ ബൈക്ക് യാത്ര വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മഞ്ജു വാര്യർ കുറിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വാസ്, ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഈസ്, ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വിൽ ബി എന്നതാണ് മഞ്ജു വാര്യർ കുറിച്ചത്. ആ ഫോട്ടോന്റെ താഴെ കുറിച്ച് വെച്ചതാണ് കേട്ടോ. എന്താണ്? ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വാസ്, എന്ത് തന്നെ ആയിരുന്നാലും അത് ഗ്രേറ്റ്ഫുൾ ആയിരുന്നു അല്ലേ? അത് എന്ത് തന്നെ ഇപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ്, ഇനിയും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് മഞ്ജു വാര്യർ പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.